നമസ്കാരം. എല്ലാവർക്കും റോബി കൺസ്ട്രക്ഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളൊരു വീട് വയ്ക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ വീടിൻ്റെ നമ്പറിങ്ങിന് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ രേഖകളാണ് നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഇല്ലെങ്കിൽ കോർപ്പറേഷനിൽ കൊടുക്കേണ്ടതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ ചാനലെന്ന് പറയുന്നത് നമ്മുടെ വീട് പണിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നൊരു ചാനലാണ്. അതുകൊണ്ട് ഈ ചാനൽ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട രേഖ എന്ന് പറയുമ്പോൾ ഏത് സ്ഥലത്താണോ വീട് വയ്ക്കുന്നത് ആ സ്ഥലത്തിൻ്റെ പ്രമാണമാണ് ആദ്യം വേണ്ട രേഖ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് വർഷമാണ് നമ്മൾ വീട് വയ്ക്കുന്നത് ആ വർഷത്തെ കരമടച്ച റെസിപ്റ്റ്. ഇപ്പോൾ ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടം നമ്മൾ എപ്പോഴാണോ കൊടുക്കുന്നത് ആ സമയത്ത് ആ വർഷത്തെ കരം അടച്ചിരിക്കുക. പിന്നെ വേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊസഷൻ സർട്ടിഫിക്കറ്റാണ്, അതായത് കൈവശാവകാശ രേഖ. പിന്നെ അടുത്ത് വേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ BTR ആണ്. BTR എന്ന് പറയുമ്പോൾ ബേസിക് ടാക്സ് റെസിപ്റ്റ്, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന നികുതി രജിസ്റ്റർ. എന്തിനാണ് അടിസ്ഥാന നികുതി രജിസ്റ്ററിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്, നമ്മൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തു ചിലപ്പോൾ പ്രമാണത്തിൽ പുരയിടമായിരിക്കാം, ഇല്ലെങ്കിൽ നിലമായിരിക്കാം. അപ്പോൾ വില്ലേജ് രജിസ്റ്ററിൽ എന്താണ് ഇത് നമ്മുടെ വീട് വയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തു കിടക്കുന്നത്, പുരയിടമാണോ നിലമാണോ എന്ന് തിരിച്ചറിയുന്ന ഒരു രേഖയാണ് BTR എന്ന് പറയുന്നത്. ശരിക്കും വേറെ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 4 രേഖകൾ മാത്രം മതിയാകും. ഓക്കെ, അത് പഞ്ചായത്തിലായിരുന്നാലും കോർപ്പറേഷനായിരുന്നാലും ഇത് മാത്രം മതി. ഇനി ഇതിൽ നിന്നും വിഭിന്നമായിട്ട് എന്തെങ്കിലും NOC വേണ്ട സാഹചര്യങ്ങളിലോ എന്തെങ്കിലും കൺസെൻറ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിലോ അങ്ങനെയാണെന്നുണ്ടെങ്കിലും വേറെയും ചില രേഖകൾ കൂടി നമുക്ക് ആവശ്യമുണ്ട്. സാധാരണ ഒരു ബിൽഡിംഗ് ആപ്ലിക്കേഷന് പുറമെ വിഭിന്നമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്കൊരു ഒരു 4 സെൻറ്റ് 5 സെൻറ്റ് വസ്തുവേ ഉള്ളൂ. നമ്മൾ വയ്ക്കുന്ന വീട് നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു അതിരിനോട് ചേർത്ത് വെക്കേണ്ട സാഹചര്യം വരാം. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ അതിരിൽ നിന്നും 1 മീറ്ററാണ് നമുക്ക് പാലിക്കേണ്ട ദൂരമെന്ന് പറയുന്നത്. നമുക്ക് ഈ പ്ലാനിൻ്റെ അളവ് പ്രകാരം ഇല്ലെങ്കിൽ വീടിൻ്റെ ചില വസ്തുവിൻ്റെ സൈസ് പ്രകാരം നമുക്ക് ആ 1 മീറ്റർ എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ അതിരിൽ കൂടെ ചേർത്ത് വെക്കേണ്ട സാഹചര്യമുള്ള വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 200 രൂപയുടെ മുദ്രപത്രത്തിൽ അവരുടെ പേരിൽ ഒരു കൺസെൻറ്റും കൂടെ ഇതിൻ്റെ കൂടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുഴയുടെ തീരത്തോ ഇല്ലെങ്കിൽ കടലിൻ്റെ ഭാഗത്തോ ബീച്ചിലോ അങ്ങനെ വീട് വയ്ക്കുന്ന സാഹചര്യങ്ങളിൽ CRZ സോണിലാണ് ഇത് വരുന്നത്, കോസ്റ്റൽ റെഗുലേറ്ററി സോൺ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ CRZൽ നിന്നും ആ ഫോം വാങ്ങിച്ച് അതും കൂടി ഈ പെർമിറ്റിൻ്റെ കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി മറ്റൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ റെയിൽവേ ലൈൻ കടന്നു പോകുന്ന ഭാഗത്ത് റെയിൽവേയുടെ ബൗണ്ടറി കഴിഞ്ഞിട്ട് ഒരു 30 മീറ്റർ അകലത്താണ് നമ്മൾ വീട് വയ്ക്കുന്നതെങ്കിൽ അവിടെ നിന്ന് നമുക്ക് റെയിൽവേയുടെ NOCയും കൂടി മേടിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ വസ്തുവുമായി ബന്ധപ്പെട്ട ബാക്കി ഡിഫൻസ് സോണിലാണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് വീട് വയ്ക്കാൻ പറ്റും, പക്ഷേ അതിൻ്റെ NOC കൂടി നമുക്ക് പിന്നെ ഉദാഹരണമായിട്ട് എയർപോർട്ടിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ എയർപോർട്ടിൻ്റെ NOC മേടിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ലൈസൻസ്ഡ് എഞ്ചിനീയർമാരെ സമീപിച്ച് കഴിഞ്ഞാൽ അവരതിന് കൃത്യമായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. അപ്പോൾ ഈ ആഴ്ചത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ച ഇതിലും മെച്ചപ്പെട്ട വേറൊരു വീഡിയോയുമായി നമുക്ക് നേരിട്ട് കാണാം.